Yesterday I saw something very disturbing. എന്നെ വളരെയധികം അലോസരപ്പെടുത്തിയ ഒരു കാര്യം ഞാൻ ഇന്നലെ കണ്ടു. People fighting with the priests in the Catholic Church. ഒരു കത്തോലിക്ക സഭയിൽ ജനം അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നത്. We are not happy with that. നമ്മൾ അത് കാണുമ്പോൾ നമുക്ക് സന്തോഷമുള്ളവരല്ല. Churches fighting each other. അങ്ങോട്ടും ഇങ്ങോട്ടും സഭകൾ തമ്മിലടിക്കുക. Let us lift our hands and pray for them. നമുക്ക് അവർക്ക് വേണ്ടി ആ കാര്യങ്ങൾ ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. Let there be peace in the Catholic Church. ആ കത്തോലിക്ക സഭയിൽ ഒരു സമാധാനം ഉണ്ടാകട്ടെ. Let there be peace in the churches. ആ സഭകളിൽ ഒരു സമാധാനം ഉണ്ടാകട്ടെ. ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചേ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. Father, we are coming to you. പിതാവേ, ഞങ്ങൾ അങ്ങിലേക്ക് അടുത്ത് വരുന്നു. You send your son and washed us with your precious blood. കർത്താവേ, അങ്ങയുടെ പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി അയച്ചു അങ്ങയുടെ വിലയേറിയ രക്തത്താൽ ഞങ്ങളെ കഴുകിയല്ലോ. The Catholic community has given a lot to the society. കർത്താവേ, ഈ സമൂഹത്തിന് വേണ്ടി കത്തോലിക്ക സഭ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ കർത്താവേ. So we pray for them. കർത്താവേ, ഞങ്ങൾ ഇപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. Let there be peace. അവിടെ സമാധാനം ഉണ്ടാകട്ടെ. Let not any advantage be taken of situations. ആ സാഹചര്യങ്ങൾ പിശാച് മുതലെടുക്കാതിരിക്കട്ടെ കർത്താവേ. Father, we pray in the name of Jesus. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Let them be protected by your Holy Spirit. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അവിടെ സൂക്ഷിക്കണമേ. Let every church be protected because it is your body. കർത്താവേ, അങ്ങയുടെ ശരീരമാകുന്നല്ലോ, അതുകൊണ്ട് തന്നെ അവരെല്ലാം അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിക്കണമേ. We pray ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. and we commit this into your hands. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുന്നു. Let there be total peace. അവിടെ പൂർണ്ണ സമാധാനം ഉണ്ടാകട്ടെ. That the next generation അടുത്ത തലമുറ will not say there is no God. അവിടെ ദൈവമില്ലെന്ന് പറയുന്ന ഒരു നിലവാരത്തിലോട്ടാക്കി പോകരുത് കർത്താവേ. Father, we are praying for the generation. കർത്താവേ, ഞങ്ങൾ തലമുറകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Generations after generation. കർത്താവേ, തലമുറകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. If your coming tarries, അങ്ങ് മടങ്ങി വരുന്നത് താമസിച്ചെങ്കിൽ അവരുടെ വിശ്വാസം പോകരുത്. Let not their faith stumble. കർത്താവേ, അവരുടെ വിശ്വാസം അത് വിട്ടുപോകാൻ ഇടവരരുത്. And Holy Spirit, you can do it. പരിശുദ്ധാത്മാവ് അങ്ങേക്ക് അത് ചെയ്യുവാൻ. And when we pray in one accord, കർത്താവേ, ഞങ്ങൾ ഒറ്റ മനസ്സോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, you said two agree on anything, അങ്ങ് പറഞ്ഞു രണ്ടുപേർ ഒരു കാര്യത്തിൽ സമ്മതിച്ചാൽ it shall happen. അത് സംഭവിക്കുമെന്ന് പറഞ്ഞു. And as we are praying here, കർത്താവേ, ഞങ്ങൾ ഒന്നിച്ചിവിടെ പ്രാർത്ഥിക്കുമ്പോൾ we believe ഞങ്ങൾ വിശ്വസിക്കുന്നു that there will be peace. അവിടെ സമാധാനം ഉണ്ടാകട്ടെ. In Jesus name. യേശുവിന്റെ നാമത്തിൽ. ആമേൻ. നിങ്ങൾ എല്ലാവരും വ്യക്തിപരമായി വീട്ടിൽ ഈ കാത്തലിക് ചർച്ചിൽ നടക്കുന്ന ഈ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, അതെല്ലാം ശാന്തമാകുവാൻ ഓർത്തഡോക്സ് സഭയും അവർ തമ്മിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ് പ്രാർത്ഥിക്കുക എന്നുള്ളത്. അത് കണ്ട് കൈയടിക്കാനല്ല. ചിലരത് കാണുമ്പോൾ അങ്ങനെ വേണം. ഒരിക്കലും മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് വായിക്കാൻ പോവാം. മത്തായി സുവിശേഷം 7:12 യേശു പറഞ്ഞ വാക്കാണ് ഇത്. മാത്യു 7:12 മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെ നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ, ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇത് തന്നെ. ഒന്നുകൂടെ വായിച്ചേ. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവിൻ. നോക്ക്, നമ്മൾ 2008 പോയ പ്രതികൂലവും അതിൻ്റെ മനോവ്യഥ നമുക്കറിയാം. അന്ന് ആരുമില്ലായിരുന്നു നമുക്ക് വേണ്ടി ഒരു വാക്ക് പറയാൻ. ആ വേദന നമുക്കറിയാം. ഇന്ന് കാത്തലിക് ചർച്ച് പോകുന്ന ആ പ്രയാസം, അതിൻ്റെ വേദന അവിടെ മുകളിൽ ഇരിക്കുന്നവർക്ക് അറിയത്തുള്ളൂ. 2 അപകടങ്ങളാണ്. ഒന്ന്, ഇത് കാണുമ്പോൾ ആൾക്കാർ പരിഹസിക്കും, ഇതാണോ യേശു. 2, അതിനേക്കാളും വലിയൊരു അപകടം, ഇന്നത്തെ യൗവനക്കാർ കണ്ടിട്ട് പറയും അല്ലേലും അറിയാം ഇതെല്ലാം കളിപ്പീരാന്ന്. അത് വരാൻ പാടില്ല. ഇത് കളിപ്പീരല്ല, രക്തത്തിൻ്റെ വിലയാണ്. സോ ഞാൻ ഈ പ്രാർത്ഥിക്കുന്നത് ആരെയും കേൾപ്പിക്കാനോ അവരാരും കാണുന്നില്ല. ഞാൻ പഠിച്ചത് കോൺവെൻറ്റിലാണ്, ഞാൻ പഠിച്ചത് കാത്തലിക് സ്കൂളിലാണ്, ഞാൻ ആശുപത്രി പോയത് അവർ സമൂഹത്തിന് നൽകിയതെല്ലാം മറന്ന് ആരും ഹെവൻലി ഫീസിലെ ഒരു വ്യക്തി പോലും ഇത് കണ്ട് കൈയടിക്കരുത്, ഷെയർ ചെയ്യരുത്. മറിച്ച് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് പറയണം മേലിൽ ഇങ്ങനത്തെ സാധനം ഇങ്ങോട്ട് അയക്കരുത്. ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം. ഇത് ദൈവരാജ്യമാണ്, ജനാധിപത്യമല്ല. സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ലോകത്തിൽ മുഴുവൻ നടക്കുന്ന നമ്മൾ വിചാരിക്കാത്ത അധപതനം നടക്കുക. അതിനുവേണ്ടി ഇടിവിൽ നിൽക്കാൻ നിങ്ങളെയും എന്നെയും അത് മനസ്സിലാക്കി തരുന്ന പരിശുദ്ധാത്മാവിനായി നന്ദി.